ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് എന്ത് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും അറിയില്ല എന്ത് വീഡിയോ ആണ്, ഇതിന് ടൈറ്റിൽ എന്താ കൊടുക്കണമെന്ന് എനിക്ക് എൻ്റെ മൈൻഡിൽ യാതൊരു ഐഡിയ ഇല്ലോ. വാട്ട് ഐ ഈറ്റിന് ഡേ കൊടുക്കണോ അതോ ഡേ ഇൻ മൈ ലൈഫ് കൊടുക്കണോ, അതങ്ങനെയല്ല. ഒരു കുറച്ച് ദിവസത്തെ വീഡിയോസൊക്കെ കൂടെ ഒരുമിച്ചൊരു വീഡിയോ ആക്കി, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഹോസ്റ്റലിലേക്ക് വരുന്ന എൻ്റെ തലേ ദിവസത്തെ ഒരു വാട്ട് ഐ ഈറ്റിന് ഡേയും പിന്നെ ഹോസ്റ്റലിലേക്ക് വരുന്ന കുറച്ച് വീഡിയോസാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്താ കഴിച്ചത്, ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മീൻകറിയിലെ മാങ്ങ കഷ്ണവും അതുപോലെ തന്നെ മറ്റേ ചീരത്തോരൻ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അത് രണ്ടും കൂട്ടി നന്നായി കഴിച്ചിട്ടുണ്ട് ഞാൻ ഫുഡ്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ചോക്ലേറ്റ്സ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ ഇത് തല്ലുകൂടിയോടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നാണ് ചേച്ചിയുടെ. പക്ഷെ അത് ഞാൻ ഹോസ്റ്റലിൽ വരുമ്പോൾ എടുത്തിട്ട് പോരുന്ന ശേഷം മറന്നുപോയി. ഞാൻ വീട്ടിൽ വെച്ച് പോകുന്നു. എന്ത് പറ്റിയാവും. ഞാനിപ്പോൾ ഇത് ഹോസ്റ്റലിൽ എത്തിച്ചാണ് മറ്റേ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോഴും ആലോചിക്കും, ഞാൻ എന്ത് ബോധത്തിലാണ് എടുക്കാണ്ട് പോകുന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ ടേസ്റ്റ് അല്ലേ, കുഞ്ഞു കുഞ്ഞു ചോക്ലേറ്റ്സ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചൊന്നും എടുക്കാൻ പറഞ്ഞു, പക്ഷെ അത് ഓർത്തില്ല. പിന്നെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ കഴിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടം. അത് മാത്രമല്ല, ഇങ്ങനെ ചിക്കൻ കൊണ്ട് ഇങ്ങനെ ചിക്കൻ വെറുതെ കഴിക്കാൻ തന്നെ ഇഷ്ടം. അതിന് പറയാണ്ടല്ലോ, നമുക്ക് വെറൈറ്റി ഒന്നല്ല, നോർമൽ മസാല ചിക്കൻ നേരത്തെ പൊരിക്കാതെ കഴിക്കാം, അത്ര തന്നെ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ ആ സംഭവം തന്നെ. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് ഉച്ചയ്ക്ക് കഴിച്ചു. പക്ഷെ ഞാൻ ആ ടൈമിൽ എനിക്ക് എന്താ മറ്റേ പൊട്ടറ്റോസും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പൊട്ടറ്റോസും കൂടെ ഉണ്ട് അരിഞ്ഞിട്ടുണ്ട് വറക്കാന്ന് ചെയ്തതിൻ്റെ കൂടെ. അപ്പം നമ്മുടെ പൊട്ടറ്റോസ് ആൻഡ് ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം ഞാൻ മറ്റേ എണ്ണയിലൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാവാൻ വേണ്ടിയിട്ട്. ഞാൻ മറ്റേ പൊട്ടറ്റോസിലാണെങ്കിൽ കുരുമുളകും പിന്നെ ഉപ്പും കുറച്ചുകൂടെ വേറെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് അങ്ങനെ പൊടിച്ചെടുത്തു. എനിക്കറിഞ്ഞൂടെ ഈ പൊട്ടറ്റോസിനോടുള്ള എൻ്റെ ഒരു ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടെ. എനിക്ക് ദിവസം 3 നേരം ഈ കറി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കും. എനിക്ക് അത്ര ഇഷ്ടമായി പൊട്ടറ്റോസ്. അപ്പോൾ നല്ല മൊരിഞ്ഞ ചിക്കനും പൊട്ടറ്റോസും അതും കൂടെ ഞാൻ കൂട്ടിയിട്ട് നന്നായി ചോറ് അയച്ചു. പിന്നെ രാവിലെ പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ സെയിം കറികളും അതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ടായിരുന്നു. അതിന് വേണ്ടി ഞാൻ ട്രിപ്പ്യാർ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല, കാരണം ഭയങ്കര ഹറിബറിയായിരുന്നു. എനിക്ക് തിരിച്ച് വേഗം പോരേണ്ട കാരണം, മഴക്കാരമുള്ള കാരണം. അപ്പോൾ വരുന്ന വഴിയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കയറി സ്നാക്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. തട്ടിപ്പത്തിരി പിന്നെ മറ്റേ ബ്രെഡ് പോക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നല്ല പത്തിരിയും ചിക്കൻ കറി അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞ് ചക്ക നന്നാക്കി വറക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി അമ്മനെ ഹെൽപ്പ് ചെയ്തേ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ തിരിച്ച് ഹോസ്റ്റലിൽ പോവാണ്. ബാഗ് വെക്കാനായിട്ട് തക്കത്തിൽ വെച്ചിട്ടുള്ളതാണ്. എനിക്ക് ഫുൾ പാറകാലായിട്ടുണ്ട്. ബാഗ് പാക്ക് ചെയ്യാം. ട്രെയിൻ 10:20 അപ്പോൾ ഇവിടുന്ന് 8:30 ആകുമ്പോഴത്തേനും എത്തും. 8:30 ആയിരിക്കും. അപ്പോൾ നമുക്ക് പോവാം. ബാഗ് പാക്ക് ചെയ്യാം. ഫസ്റ്റ് സാമ്പാർ പാക്ക് ചെയ്യാനായിട്ട് സ്നാക്സും അങ്ങനെ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരെ ഹോസ്റ്റലിലേക്ക് പോവാണ് കേസ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഗാഡി നമ്പർ 1 2 3 4 നമ്മുടെ വണ്ടി എത്തി. ട്രെയിനിൽ കയറി ഞാൻ ഇൻട്രോവേർട്ടായി കൈസ്, അതുകൊണ്ട് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല ട്രെയിനിൽ വെച്ചിട്ട് കേട്ടോ. പിന്നെ ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട് നല്ല മോര് കറിയും ചിക്കൻ കറിയും കൂട്ടി ഞാൻ ഫുഡ് അയച്ചു. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് നല്ല മാങ്ങ കൊണ്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പഴുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തുമ്പോഴേക്കും നന്നായി പഴുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല ഭയങ്കര കട്ട് ചെയ്തിട്ട് ഒരെണ്ണം മാത്രമേ കട്ട് ചെയ്തിട്ട് ബാക്കി നോർമലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തൊരു മധുരമായിരുന്നു. അപ്പം അങ്ങനെ അതും കൂടെ കഴിച്ച് അങ്ങനത്തെ ഇന്നത്തെ ഡേ അങ്ങോട്ട് അവസാനിക്കും. ഇതൊരു കൊച്ചു വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.